എല്ലാവർക്കും നമസ്കാരം. ദേഷ്യം അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചിലപ്പോഴൊക്കെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടുള്ളൊരു വികാരാണത്. അപ്പൊ ഇന്ന് ദേഷ്യം പിടിച്ചിരിക്കുന്ന ആളുകളോട് എങ്ങനെ പെരുമാറാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചുള്ള വളരെ പഴയതും എന്നാൽ ഇന്നും പ്രസക്തവുമായ ഒരു പാഠം നമുക്ക് കേട്ടുനോക്കാം. ഈ കാണുന്ന വാചകമില്ലേ, ഇതിന് പിന്നിലൊരു കഥയുണ്ട്. ഒരു ടാക്സി ഡ്രൈവറുടെ കഥ. വഴിയിൽ വെച്ച് വേറൊരു ഡ്രൈവർ ഒരു കാരണവുമില്ലാതെ ഇദ്ദേഹത്തെ ഭയങ്കരമായി ചീത്ത പറഞ്ഞു. പക്ഷേ ഈ ടാക്സിക്കാരൻ ദേഷ്യപ്പെട്ടില്ല. പകരം ചിരിച്ചുകൊണ്ടങ്ങ് പോയി. കാരണം അദ്ദേഹം പറയുന്നതുപോലെ ചില ആളുകൾ മാലിന്യം നിറഞ്ഞ ട്രക്കുകൾ പോലെയാണ്. അവരുടെ ഉള്ളിലെ നിരാശയും ദേഷ്യവുമെല്ലാം എവിടെയെങ്കിലും കൊണ്ടുപോയി തട്ടാൻ ഒരവസരം നോക്കി നടക്കുകയായിരിക്കും അവർ. അപ്പോ ചോദ്യം ഇതാണ്, അല്ലെങ്കിൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ആരെങ്കിലും അവരുടെ ആ വൈകാരിക മാലിന്യം നമ്മുടെ മേലെ കൊട്ടാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? ഇതിന്റെ ഉത്തരം വെറും മര്യാദയുടെ മാത്രം കാര്യമല്ല. അതിന് കുറച്ചുകൂടി വിവേകം വേണം. അതാണ് പോയിന്റ്. അപ്പോ ഈ വിവേകത്തിന്റെ താക്കോലിവിടെയാ കിട്ടുക? അതിനുവേണ്ടി നമുക്ക് ഒരുപാട് പുറകോട്ടു പോകണം. ഏതാണ്ട് 1400 വർഷം പിന്നോട്ട് 7-ാം നൂറ്റാണ്ടിലെ മദീനയിൽ നടന്നൊരു സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രവാചകൻ മുഹമ്മദിന്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു ഏട്. അപ്പോ രംഗം ഇതാണ്: പ്രവാചകൻ ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. എങ്ങോട്ടാണെന്നോ? അസുഖമായി കിടക്കുന്ന ഒരു കൂട്ടുകാരനെ കാണാൻ. അദ്ദേഹത്തിന്റെ കൂടെ ഒരു കുട്ടിയുമുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് അദ്ദേഹം ഒരു കൂട്ടം ആളുകളുടെ അടുത്തുകൂടി കടന്നുപോയി. ആ കൂട്ടത്തിൽ മുസ്ലിങ്ങളുണ്ട്, അല്ലാത്തവരുമുണ്ട്, എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു, അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ്. ഇയാളുടെ മനസ്സിൽ മുഴുവൻ ദേഷ്യവും അമർഷവുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രവാചകൻ മദീനയിലേക്ക് വരുന്നതിന് തൊട്ടുമുൻപ് വരെ അവിടുത്തെ രാജാവാകാൻ തയ്യാറെടുത്തിരുന്ന ആളാണിയാള്. അപ്പൊ ആ ദേഷ്യം മുഴുവൻ ഉള്ളിലുണ്ട്. പ്രവാചകൻ അതുവഴി വരുന്നത് കണ്ടപ്പോ അയാൾക്കതൊരു സുവർണ അവസരമായി തോന്നി. എന്തിന്? ഒന്ന് പ്രകോപിപ്പിക്കാൻ. അയാൾ പറഞ്ഞ വാക്കുകളാണ് ഈ കാണുന്നത്. എല്ലാവരും കേൾക്കെ, പരസ്യമായി മനഃപൂർവ്വം അപമാനിക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു ആ സംസാരം. ഒരു പ്രതികരണം അത്രേ അയാൾക്ക് വേണ്ടിയിരുന്നുള്ളൂ. പക്ഷെ പ്രവാചകന്റെ പ്രതികരണം എന്തായിരുന്നു? അദ്ദേഹം അത് കേട്ടതായി പോലും ഭാവിക്കുന്നില്ല. നേരെ കഴുതപ്പുറത്തു നിന്നിറങ്ങുന്നു. ആ കൂട്ടത്തിലുള്ള എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും, അതായത് നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് പറയുന്നു. എന്നിട്ട് നേരെ തന്നെ വഴിക്ക് പോകുന്നു. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ആ പ്രതികരിക്കാതിരുന്നത്? അത്രയും ശക്തമായൊരു മറുപടിയായത്? ശരി, നമുക്കതിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് രസമുള്ള കാര്യമാണ്. കാരണം ആയിരക്കണക്കിന് വർഷം മുമ്പുള്ള ഈ ഒരു പാഠമുണ്ടല്ലോ, അതിനെ ഇന്നത്തെ മോഡേൺ സയൻസ്, പ്രത്യേകിച്ച് ന്യൂറോ സയൻസ് ശരിവെക്കുന്നുണ്ട്. അമിഗ്ഡാല ഹൈജാക്ക്, ഇതാണ് ആ പ്രതിഭാസത്തിന്റെ പേര്. പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. ഒരാൾക്ക് വല്ലാതെ ദേഷ്യം വരുമ്പം നമ്മുടെ ബ്രെയിനിലെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം, അതാണ് അമിഗ്ഡാല. അത് നമ്മുടെ ചിന്തിക്കുന്ന ബ്രെയിനിനെ അങ്ങ് ഹൈജാക്ക് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഒരു റാഞ്ചൽ തന്നെ. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റെപ്പ് 1, എന്തെങ്കിലും ഒരു പ്രകോപനമുണ്ടാകുന്നു. സ്റ്റെപ്പ് 2, ഉടനെ നമ്മുടെ അമിഗ്ഡാല ആക്റ്റീവ് ആകും. അതായത് നമ്മുടെ ബ്രെയിനിന്റെ സർവൈവൽ മോഡ് ഓണായി. സ്റ്റെപ്പ് 3, അഡ്രിനാലിൻ പോലുള്ള ഹോർമോണുകൾ ശരീരത്തിൽ നിറയും, നമ്മളെ ഒരു ഫൈറ്റിന് തയ്യാറാക്കും പോലെ. സ്റ്റെപ്പ് 4, ഇതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ചിന്തിക്കുന്ന ബ്രെയിൻ, അതായത് ലോജിക്കായി കാര്യങ്ങൾ കാണുന്ന ഭാഗം, അങ്ങ് ഓഫ്ലൈൻ ആകും. പിന്നെ അവിടെ വികാരം മാത്രമേ കാണൂ. ഈ പറയുന്നത് പോലെയാണ് കാര്യം. തിളയ്ക്കുന്ന വെള്ളത്തിൽ നിങ്ങളുടെ പ്രതിബിംബം കാണാൻ കഴിയില്ല. ദേഷ്യം കൊണ്ട് തിളച്ചു നിൽക്കുന്ന ഒരാളോട് നിങ്ങൾ എന്ത് ലോജിക്ക് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. അത് തിളച്ച വെള്ളത്തിലേക്ക് നോക്കുന്നത് പോലെയാണ്, ഒന്നും വ്യക്തമാകില്ല. അപ്പോ ആ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബുദ്ധിപരമായ കാര്യം എന്താണ്? പ്രതികരിക്കാതിരിക്കുക. സിമ്പിൾ. അപ്പൊ സയൻസ് ഒരു വശത്ത്. ഇനി നമുക്ക് ആ സംഭവത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. പ്രവാചകന്റെ ആ ഒരു പ്രതികരണം ഇല്ലായ്വ, അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത്, പ്രതികരിക്കാതിരിക്കുന്നത് ഒരു ഒഴിഞ്ഞുമാറൽ മാത്രമല്ല, അതൊരു മികച്ച തീരുമാനമാണ്. എന്തുകൊണ്ടെന്നാൽ, 1, അത് പ്രാക്ടിക്കലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ദേഷ്യത്തിൽ നിൽക്കുന്ന ബ്രെയിനിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. 2, അത് നിങ്ങളുടെ നിലവാരം കാണിക്കുന്നു. ചെറിയ കാര്യങ്ങൾക്കു വേണ്ടി തർക്കിച്ച് താഴേക്ക് പോകാൻ നിങ്ങൾ തയ്യാറല്ല എന്ന്. 3, ഇത് വളരെ സ്ട്രാറ്റജിക്കാണ്. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നത് തന്നെയാണ് ബുദ്ധി. പണ്ടത്തെ ഒരു കവി ഇത് വളരെ മനോഹരമായിട്ട് ഒരു ഉപമയിലൂടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. എന്തൊരു മനോഹരമായ ഉപമയാണെന്ന് നോക്കൂ. ഒരാൾ നമ്മളോട് എത്രത്തോളം മോശമായി പെരുമാറുന്നോ അത്രത്തോളം നമ്മൾ ക്ഷമ കാണിക്കുക. അത് കത്തിക്കുമ്പോൾ കൂടുതൽ സുഗന്ധം തരുന്ന ഒരു ചന്ദനത്തിരി പോലെയാണ്, അല്ലേ? അപ്പോ യഥാർത്ഥത്തിൽ
ഒരാൾ നമ്മളെ പരീക്ഷിക്കുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം, നമ്മളെ നന്മ ശരിക്കും പുറത്തുവരുന്നത്. ഓക്കെ, ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് മറ്റൊരാൾക്ക് ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. ഇനി നമുക്ക് തന്നെയാണ് ദേഷ്യം വരുന്നതെങ്കിലോ? അതിനും വളരെ വ്യക്തവും പ്രാക്ടിക്കലുമായ ചില വഴികളുണ്ട്. അതെ, നമ്മുടെ സ്വന്തം ദേഷ്യം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന 4 സ്റ്റെപ്പുകൾ നമുക്ക് നോക്കാം. ഇതൊരു തിയറിയല്ല, ഒരു പ്രാക്ടിക്കൽ ടൂൾ കിറ്റാണ്. സ്റ്റെപ്പ് 1, നിങ്ങളുടെ പൊസിഷൻ മാറ്റുക. നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുകയാണെങ്കിൽ കിടക്കുക. നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ മാറുമ്പോൾ മനസ്സിന് മാറ്റം വരും. സ്റ്റെപ്പ് 2, പിശാചിൽ നിന്ന് രക്ഷ തേടുക. സ്റ്റെപ്പ് 3, വെള്ളം ഉപയോഗിക്കുക, അതായത് വുദു എടുക്കുക. ദേഷ്യം തീയാണെങ്കിൽ വെള്ളം അതിനെ കെടുത്തുമല്ലോ. സ്റ്റെപ്പ് 4, ഇതിന് കിട്ടുന്ന പ്രതിഫലം ഓർക്കുക. ക്ഷമിക്കുന്നതിനുള്ള മഹത്തായ പ്രതിഫലത്തെക്കുറിച്ച് സ്വയം ഓർമ്മിപ്പിക്കുക. ഇതൊരു തരം ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ എമർജൻസി പ്രൊസീജറാണെന്ന് പറയാം. ശക്തി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മാറ്റുന്ന ഒരു പ്രസ്താവനയാണിത്. ശരിക്കുള്ള ശക്തി ആരെയെങ്കിലും ഗുസ്തിയിൽ തോൽപ്പിക്കുന്നതല്ല. അല്ല, ദേഷ്യം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ. അതായത് ശരിക്കുള്ള പവർ എന്ന് പറയുന്നത് സെൽഫ് കൺട്രോൾ ആണ്. അപ്പോ അടുത്ത തവണ ആളെങ്കിലും അവരുടെ ദേഷ്യമെന്ന മാലിന്യം നിങ്ങളുടെ മേൽ കൊട്ടാൻ വരുമ്പോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ദേഷ്യത്തിന്റെ തീ ആളിക്കത്തുമ്പോ ഒന്ന് ഓർക്കുക, നിങ്ങളുടെ മുന്നിൽ ഒരു ചോയ്സ് ഉണ്ട്. ആ മാലിന്യം ഏറ്റുവാങ്ങുന്ന മാലിന്യവണ്ടിയാകണോ, അതോ കത്തിക്കും തോറും സുഗന്ധം പരത്തുന്ന ആ ചന്ദനത്തിരിയാകണോ?